ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മമ്മിക്കുള്ള ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആണ്. മമ്മിയുടെ 60th ബർത്ത്ഡേ ആണ്. മമ്മിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ലൈക്ക് ആരും വരുമൊന്നുമില്ല, ലൈക്ക് ഒന്നുമില്ലെന്നാണ് മമ്മി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ അങ്കിൾസും ആൻറ്റീസിനെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ജസ്റ്റ് ഒരു കുട്ടി സർപ്രൈസാണ്. മമ്മിക്ക് ആരൊക്കെ വരുന്നോ ആരെങ്കിലും ഉണ്ടോന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത് അച്ചാച്ചനും ഫ്രാൻഷോയും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മളാണ് ചുമ്മാ ഒരു കുഞ്ഞ് പാർട്ടി പ്ലാനേഴ്സ്. പിന്നെ സോയിപ്പാപ്പൻ എല്ലാവരും ഉണ്ട്. അപ്പം നമുക്ക് ബർത്ത്ഡേയിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഭാര്യ ജെസ്സിയുടെ 60ാം ജന്മദിനം പ്രമാണിച്ച് പെട്ടെന്ന് ഞങ്ങളൊരു പ്ലാൻ ചെയ്തതാണ് ജെസ്സിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഷ്ന മുൻകൈ എടുത്ത് എല്ലാവരെയും വിളിക്കുകയും സോയിയും കുടുംബവും ആൻറ്റോയും കുടുംബവും ജെസ്സിയുടെ ചേച്ചി ജെസ്സിയുടെ അനിയത്തിമാരെയും വിളിച്ച് ഡെന്നിയങ്കളൊക്കെ വിളിച്ച് ഒരു കേക്ക് ഒക്കെ മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്ന പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് കേക്ക് കട്ടിങ് സെലിബ്രേഷനിലോട്ടേക്ക് കിടക്കുകയാണ്. ഇത് നമ്മൾ മമ്മിക്ക് വേണ്ടി ഒരു 1966 എന്നൊക്കെ എഴുതിയൊരു ചുമ്മാ ഒരു കുട്ടി കേക്ക് ഓർഡർ ചെയ്തതാണ്. അതിനകത്ത് മമ്മിക്ക് പിന്നെ ഇതിനകത്ത് സാറേയും മമ്മിക്ക് ആകെ മിസ് ചെയ്യുന്നുണ്ടാവും. ഡാനിനെയും റേച്ചലിനെയും ജെന്നീനെയും ചേട്ടനെയും ചേച്ചീനെയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യും. പിന്നെ അവർക്ക് ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ അവരെല്ലാവരും കൂടി നമുക്ക് നെക്സ്റ്റ് ഉടനെ നമ്മൾ അടുത്ത സെലിബ്രേഷൻ നമുക്ക് ചെയ്യാം. പിന്നെ ഇത് അച്ചാച്ചൻ ഞങ്ങളെല്ലാവരും, അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ഫോട്ടോയിൽ അവരെല്ലാവരും ഉണ്ട്. മുകളിലത്തെ ഫോട്ടോയിൽ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇത് മമ്മിയുടെ സഹോദരങ്ങളൊക്കെയാണ്. ഇത് ഡെന്നിയങ്കിൾ ഫാമിലി, ഇത് ജോയ്സ് ആൻറ്റി കുഞ്ഞൂസും, പിന്നെ ഇതും ജോയ്സ് ആൻറ്റി അവരെല്ലാവരും. ഇത് ആൻ്റെ പാപ്പൻ ഷിജാൻറ്റി ഐറിൻ ഉണ്ണി അവരെല്ലാവരും വന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാ ഫാമിലിയൊക്കെ ആയിട്ടൊരു ഫോട്ടോയൊക്കെ എടുക്കുക. സോയി പാപ്പൻ ലിസാൻറ്റി മേരിക്കുട്ടി ചോപ്പൻ. പക്ഷേ ആശാൻ്റെക്കും റോസിനും വരാൻ പറ്റിയില്ല, അത് ഭയങ്കര മിസ്സിങ് ആണ്. ഇത് അവരെല്ലാവരും. പിന്നെ ഇത് ഞാനും മമ്മിയും സാറയും ജസ്റ്റ് 3 ജനറേഷൻസ്. ഇത് പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് കേക്ക് കട്ടിങ് സെലിബ്രേഷനിലോട്ടേക്കൊക്കെ ഇങ്ങനെ കടന്നു. ഇത് ചിയേഴ്സ് ചുമ്മാ ഒരു ബാനറൊക്കെ 60 ഇയേഴ്സും പിന്നെ കേക്ക് കട്ടിങ്ങും 1966 എന്നൊക്കെ എഴുതിയ ഒരു ചുമ്മാ ഒരു ക്യൂട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്ത്. പിന്നെ എല്ലാവരും ഉണ്ട്, എല്ലാവരെയും കാണാം. എല്ലാവരെയും ഒന്നും വിളിക്കാൻ പറ്റിയില്ല, ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള അങ്കിളിനെ ആൻറ്റിമാരെയൊക്കെ ജസ്റ്റ് വിളിച്ചു. പെട്ടെന്നുണ്ടായ ഒരു സെലിബ്രേഷനാണ്. അപ്പം ഇവിടെയുള്ള എല്ലാവർക്കും വരാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് പിന്നെ മമ്മി ഇതാണ്ട് കേക്ക് കട്ട് ചെയ്ത് അച്ഛൻ മമ്മിയുടെ ഷെയർ ചെയ്യുന്നു. പിന്നെ ഞങ്ങളും സാറ ഫ്രാൻഷോ എല്ലാവരും കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാനി റീച്ചൽ ജെന്നീനെയും ചേച്ചീനെയും ചേട്ടനെയാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ജോയ്സ് ആൻറ്റി എല്ലാവരും മെറിക്കുട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മമ്മിക്ക് എല്ലാവരും ജോപ്പ എല്ലാവരും. മമ്മി തലതൊട്ട കൊച്ചാണ്, അതാണ് മമ്മി അവിടെ ഇപ്പം പറയുന്നത്. പിന്നെ ലിസാൻറ്റി, അങ്ങനെ എല്ലാവരും ഇങ്ങനെ മമ്മി കൺമണി ആൻറ്റി എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മമ്മിക്ക്. ഷിജാൻറ്റി പിന്നെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നു മമ്മിക്ക്. മമ്മി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, അതാണ് മമ്മി ഇങ്ങനെ ഒരു ഇതിനകത്തിരിക്കുന്നത്. കാരണം ഇവരാരും വരുന്നെന്ന് മമ്മി വിചാരിക്കുന്നില്ല, അതാണ് മമ്മി പറയുന്നത്. ആരും ഉണ്ടാവില്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ എത്രയും പേര് വരുമ്പോഴൊക്കെ മമ്മി ആകെ ഒരു ഞെട്ടിയിരിക്കുകയാണ്, എന്താ സംഭവം. പിന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് അച്ഛൻ ഇതാ മമ്മിക്ക് ഒരു വളയൊക്കെ, അതൊട്ടും മമ്മി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതും 60ാം പിറന്നാളിൻ്റെ ഗിഫ്റ്റായിട്ട് അച്ഛൻ മമ്മിക്ക് വളയൊക്കെ കൊടുത്ത് മമ്മി ഹാപ്പി. മമ്മി ആകെ വണ്ടറടിച്ചിരിക്കുകയാണ്, അതാണ് ആ ചിരിയിലും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. മമ്മി കാരണം മമ്മി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡിസാൻറ്റി എന്തോ നാത്തൂന്മാരെന്തോ ഷെയർ ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ വക ഒരു ചുമ്മാ ഒരു കുട്ടി ഗിഫ്റ്റ്. മമ്മിക്ക് എപ്പോഴും ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇഷ്ടമായതുകൊണ്ട് മമ്മിയുടെ കല്യാണ ഫോട്ടോ, അച്ഛൻ്റെയും മമ്മിയുടെയും കല്യാണ ഫോട്ടോ, ഞങ്ങളുടെയും ചേട്ടൻ്റെ ചേച്ചിയുടെയൊക്കെ കൂടി വെച്ചിട്ടൊരു ഗിഫ്റ്റും. പിന്നെ 2-3 ഗിഫ്റ്റുണ്ട്. മമ്മി എപ്പോഴും പറയുന്നത് മമ്മിയുടെ ചാച്ചൻ്റെ അമ്മച്ചീൻ്റെ ഫോട്ടോ ഇല്ല എന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഗിഫ്റ്റും പിന്നെ പിള്ളേരുടെ എല്ലാം കൂടി ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഫ്രെയിം ചെയ്തായിരുന്നു. അത് മമ്മി ചാച്ചനെയും അമ്മച്ചീനെയും വയ്ക്കുന്നതാണ്. മമ്മിക്കത് മമ്മിയോട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനെ ആ ഒരു ഗിഫ്റ്റും പിന്നെ പിള്ളേരെല്ലാവരും കൂടിയുള്ള 4 കുഞ്ഞു മക്കളുടെ ഡാനി റീച്ചൽ ജെന്നി സാറ പിന്നെ സോയിപ്പാപ്പൻ ഇതായി എല്ലാ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, നമ്മുടെ ഫാമിലി ഫോട്ടോയും അങ്ങനെ എല്ലാം. അപ്പം അതിൻ്റെ പിന്നെ ഞാനും മമ്മിയും സാറയും കൂടി നിൽക്കുന്നൊരു ഫോട്ടോയും കൂടി കൊടുത്തിട്ടുണ്ട്. ഭാര്യ ജെസ്സിയുടെ ബർത്ത്ഡേ ജന്മദിനം 60ാം ജന്മദിനം സംബന്ധിച്ച് അവൾക്ക് എല്ലാ ജന്മദിനങ്ങളും ആഘോഷിക്കണമെന്നുണ്ട്. അങ്ങനെ
60ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊരു പരാതിയായിരുന്നു. അപ്പോൾ അത് സർപ്രൈസായിട്ടൊരു ജന്മദിനം 60 കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു, ആഷ്നയും കൂടി. അങ്ങനെ ആഷ്ന അതെല്ലാവരെയും വിളിക്കുകയും ഇവിടെ അടുത്തുള്ളവരെ പെട്ടെന്ന് ഞങ്ങൾ തലേ ദിവസം പ്ലാൻ ചെയ്യുകയും അങ്ങനെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുകയും രാവിലെ ജെസ്സി പള്ളിയിൽ പോയി. പെട്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ് ഒരു ജന്മദിന ആഘോഷ സർപ്രൈസായിട്ട് കൊടുക്കണമെന്ന്. ജെസ്സി ആരും വരില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ജെസ്സിക്ക് ഒരു സർപ്രൈസായിട്ട് ജെസ്സിയുടെ സഹോദരികളെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരനെയൊക്കെ ജെസ്സിയുടെ സഹോദരൻ ഡെന്നീനെ എല്ലാം വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്ത പരിപാടിയായിരുന്നു. അതിൽ എല്ലാവരും രാത്രി 7 മണിയോട് കൂടി വരികയും 7:30 ആയപ്പോൾ കേക്ക് കട്ടിങ്ങോടുകൂടി ജെസ്സിക്ക് സർപ്രൈസായിട്ട് എല്ലാം സാധിച്ചു കൊടുത്തു. അവൾ ജീവിതത്തിൽ 60ാം ജന്മദിനം ഒരിക്കലും മറക്കാതിരിക്കുന്ന രീതിയിലുള്ളൊരു നല്ല ഓർമ്മ ദിനമായിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും അവൾക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ സാറ് ദാണ്ട് ഇവിടെ ഫുൾ കളിയൊക്കെയാണ്, എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമൊക്കെ ആയിരുന്നു, കാരണം എല്ലാവരും കൂടുന്ന സമയമൊക്കെയാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആഘോഷിച്ച് അമ്മയുടെ ബർത്ത്ഡേ കളറാക്കിയതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ നല്ലൊരു പരിപാടിയായിരുന്നു, നല്ല ഒരു ഈവനിങ് ആയിരുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന ജെസ്സി ചേച്ചിക്ക് ജോപ്പാസ് വ്ലോഗിൻ്റെ പിറന്നാൾ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ബായ്.